Good afternoon. Okay, നമ്മള് എവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മെഡിക്കൽ റെക്കോർഡ് എടുത്ത് നിർത്തിയത്? POMR വരെയല്ലേ? POMR വരുന്ന സോപ്പ് വരെ അല്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? നെക്സ്റ്റ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലേ എടുക്കേണ്ടത്? ഓക്കെ, അപ്പൊ 3 ഫോർമാറ്റ് ആണ്. അതില് SOMR പറഞ്ഞു, POMR പറഞ്ഞു. തേർഡ് വൺ ആണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഈ രണ്ടെണ്ണത്തിൽ പറഞ്ഞെങ്കിലും ഒരുപാട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് നോക്കിയിരുന്നു. പക്ഷെ നമ്മളിപ്പോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ഫോർമാറ്റ് ആണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഓൾ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ സ്ട്രിക്ട് ക്രോണോളജിക്കൽ ഓർഡർ അല്ലേ? ഇപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ഫോംസും നമ്മൾ സാധാരണ നമ്മളൊരു മെഡിക്കൽ റെക്കോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ അതിന്റെ ഫോർമാറ്റ്, അത് തന്നെയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെയും ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? ഇൻ ദ ഓർഡർ ദേ ഹാപ്പൻ അല്ലേ? അവ സംഭവിക്കുന്നതിന്റെ ഓർഡറിൽ തന്നെയല്ലേ നമ്മുടെ വെക്കുന്നത് അല്ലേ? അതായത് ഏർലിയസ്റ്റ് ടു ദ ലേറ്റസ്റ്റ് എന്നുള്ള ഇതില്ല. അതാണ് ഒരു ക്രോണോളജിക്കൽ, സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ അല്ല. അപ്പൊ ഇത് ആദ്യം മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഓർഡറിലാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൃത്യമായിട്ട് ഒരു ഓർഡറിൽ, അല്ലാതെ ഒരു സെക്ഷൻ തിരിച്ചു വെക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡേറ്റാബേസ് അല്ലെങ്കിൽ പ്രോബ്ലം ലിസ്റ്റ് അങ്ങനെയൊന്നും ആക്കുന്നില്ല. ഇവിടെ മറിച്ച് എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ സംഭവിക്കുന്നത് ക്രമത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നതിന്റെ ആ കൃത്യമായ ക്രമങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓർഡറിൽ തന്നെ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ സിംപിളി അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും കമ്പൈൻ ചെയ്യുന്നില്ല കേട്ടോ. മറ്റു കാര്യങ്ങളൊന്നും മറ്റതുപോലെ സെക്ഷനുകളാക്കിയോ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോബ്ലം ലിസ്റ്റുകൾ തയ്യാറാക്കിയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ഇവിടെ നമ്മൾ ആ ഒരു അത് നടക്കുന്ന സംഭവം നടക്കുന്നതിന്റെ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ അത് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ അടുത്ത സംഭവം നടക്കും, അല്ലെങ്കിൽ അടുത്ത എന്ത് കാര്യങ്ങളാണോ ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഓർഡറിൽ, കൃത്യമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു കാലക്രമത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു റെക്കോർഡ് ആയിരിക്കും ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എന്താണല്ല ഏറ്റവും ഏർലിയസ്റ്റ് മുതൽ ന്യൂവസ്റ്റ് വരെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് വരെ എന്ന രീതിയായിരിക്കും അതിൽ ഫോളോ ചെയ്യും കേട്ടോ. Then on the nursing station, the most current entries will be at the beginning of the record. നമുക്കറിയാലോ, ഒരു നഴ്സ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പരിചരണം കൊടുക്കേണ്ട ഇടമാണ്. അപ്പൊ അവിടെ അറ്റ് പ്രസന്റ് അവർക്ക് എന്തൊക്കെ പരിചരണമാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എപ്പോഴും മുകളിൽ വേണ്ടേ? മുകളിലുണ്ടെങ്കിലല്ലേ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അവരുടെ ഉള്ള ആവശ്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ട്രീറ്റ്മെന്റ് ആണെങ്കിലും കെയർ ആണെങ്കിലും ഒക്കെ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും മോസ്റ്റ് കറന്റ് എൻട്രി, പുതിയതായിട്ടുള്ള എല്ലാ എൻട്രീസും മുകളിലായിരിക്കും. ആ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ബിഗിനിങ്ങിൽ തന്നെ, തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഓൺ ദ ഡിസ്ചാർജ്, ഈ പറയുന്ന പേഷ്യൻസ് നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെയാണോ വെക്കുക? അത് അങ്ങനെ തന്നെ വെക്കോ? നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് പോയി അല്ലെങ്കിൽ അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ് സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം അവരവിടെ പുനഃക്രമീകരണം നടത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ പുനഃക്രമീകരിച്ചുകൊണ്ട് ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിസ്ചാർജിന് ശേഷം നമുക്ക് എങ്ങനെയാ വായിക്കാൻ പറ്റാം? അഡ്മിഷൻ ആണ് ആദ്യത്തെ പ്രോസസ്സ് അല്ലെ? അപ്പൊ ആദ്യം നടന്ന സംഭവങ്ങൾ തുടങ്ങി അവസാനം വരെയുള്ളത് എന്ന രീതിയിലേക്ക് അത് അറേഞ്ച് ചെയ്ത് മാറ്റും. മനസ്സിലായോ? അപ്പൊ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം മുതലുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഈ അവസാനം നടന്ന പുതിയതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെ? ആണോ? അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എന്ന രീതിയിലായിരിക്കും അവിടെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. അതിൽ അഡ്മിഷൻ കഴിഞ്ഞ് നമ്മൾ എന്താണോ ചെയ്തിരിക്കുന്നത് അതിന്റെ കാര്യമായിരിക്കും അടുത്തതായിട്ട് വെച്ചിരിക്കുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ കൃത്യമായിട്ട് ഇത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ആ ടൈംലി മാനറിലായിരിക്കും നമ്മൾ അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. ക്ലിയർ ആണോ? അപ്പോ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടിയോ?
മൂന്നെണ്ണം തമ്മിൽ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചാൽ മതി ട്ടോ. Then okay, so a patient record may have history and physical examination followed by a progress note, then a nurse's note, then an X-ray report, additional progress note, consultation report and so on. അപ്പൊ ഇവിടെ ശരിക്കും ആ പേഷ്യൻസിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവർക്ക് ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അടുത്തതായിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രോഗ്രസ് നോട്ടുകൾ ഉണ്ടാകും, അതുപോലെ നഴ്സസ് നോട്ടുകൾ ഉണ്ടാവും, എക്സ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സെക്ഷനായിട്ട് തിരിച്ചല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും സെക്ഷനുകളോ കാര്യങ്ങളോ ആയിട്ട് തിരിച്ചല്ല നമ്മൾ ഇവിടെ വെക്കുന്നത്, മറിച്ച് സംഭവിക്കുന്നത് ആ ഒരു ക്രമത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അവർ അഡ്മിഷൻ എടുത്തു, അവരുടെ ആദ്യം അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ചെയ്തതെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിരിക്കും വെക്കാം. നെക്സ്റ്റ് ആയിട്ട് വെക്കുന്നത് അതിന്റെ ഫിസിക്കൽ എക്സാമിനേഷന്റെ റിസൾട്ട് ആയിരിക്കും. അതല്ലെങ്കിൽ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിരിക്കും. അത് കഴിഞ്ഞ് ചിലപ്പോൾ അവർക്ക് കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്റേ റിപ്പോർട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതായിരിക്കും വെക്കാം. അവർക്ക് എന്താണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് കാര്യങ്ങളാണോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്, അതായിരിക്കും നെക്സ്റ്റ് വരിക. മനസ്സിലാവുന്നുണ്ടല്ലോ? കൃത്യമായ ഒരു ഓർഡർ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ഹാപ്പൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അഡീഷണൽ പ്രോഗ്രസ് നോട്ടോ കൺസൾട്ടേഷൻ റിപ്പോർട്ടോ അങ്ങനെ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു അഡ്മിഷൻ തുടങ്ങി ഡിസ്ചാർജ് വരെയും കൊടുത്തിട്ടുണ്ടോ അത്രയും കാര്യങ്ങൾ നടന്ന ഓർഡറിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. സംഭവങ്ങൾ ഹാപ്പൻ ചെയ്ത് അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ അനുസരിച്ച് ഓരോന്നും നമ്മൾ ആദ്യം മുതലുള്ളത് മുതൽ പുതിയത് വരെ എന്ന രീതിയിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് റിസ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. അത്തരം രീതിയിലായിരിക്കും ഈ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡില് എല്ലാ ഫോംസും എന്ത് ചെയ്തിട്ടുണ്ടാവാം, സംയോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ അവിടെ കറണ്ട് ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പുതിയതായിട്ടുള്ള എൻട്രീസ് എല്ലാം തുടക്കത്തിലായിരിക്കും. കാരണം ആ പേഷ്യൻസിന് ആവശ്യമായ പരിചരണം കൊടുക്കണമെങ്കിൽ തുടക്കത്തിൽ ഇപ്പോൾ ഉള്ള റിസൾട്ടുകളും കാര്യങ്ങളും വെച്ചാൽ നമ്മൾ അവർക്കുള്ള പരിശോധനകളും കെയറുകളും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കുന്നത് അല്ലെ. അത് പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ അത് ബിഗിനിങ്ങിലായിരിക്കും വെച്ചിരിക്കാം. അതേസമയം അവർ ഡിസ്ചാർജ് ചെയ്ത് പോയതിനു ശേഷം നമ്മൾ അത് എന്ത് ചെയ്യുന്നു, പുനഃക്രമീകരിച്ചുകൊണ്ട് അഡ്മിഷൻ മുതൽ ഡിസ്ചാർജ് വരെ എന്ന ഒരു ഫോർമാറ്റിലേക്ക് അത് പുനഃക്രമീകരിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്? മനസ്സിലായോ? ഓക്കെ ആണോ? ഇതാണ് ഒരു റിപ്ലൈ കുറവ്. സെക്കൻഡ് ക്ലാസ് ആയപ്പോഴേക്കൊക്കെ മടുത്തോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്തായിരിക്കും അഡ്വാൻറ്റേജ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് ഒന്ന് ആക്റ്റീവായി. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? എന്താണ് ഒരു അഡ്വാൻറ്റേജ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ അഡ്വാൻറ്റേജ് എന്താ? ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ? എന്താണ്? നമ്മൾ SOMRൽ പറഞ്ഞിരുന്നു, ഓരോ സെക്ഷനുകളൊക്കെ ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഇൻഫർമേഷൻസ് ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? ഇവിടെ എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ശരിയായ ഇൻഫർമേഷൻസും നമുക്ക് ഒറ്റയടിക്ക് കണ്ടെത്താൻ പറ്റും. കാരണം അത് കൃത്യമായ ഓർഡറിൽ തന്നെ വെച്ചിരിക്കുന്നത് അല്ലെ. കൃത്യമായ ഓർഡറിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അതെ വേറെ വേറെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ വേറെ വേറെ സെക്ഷനുകളോ ഒന്നും നമ്മൾ പരിശോധിച്ച് പോവണ്ട അല്ലെ. എല്ലാം ഒരു ഓർഡറിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഇൻഫർമേഷൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ രോഗാവസ്ഥയെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കണമെങ്കിൽ എളുപ്പത്തിൽ നൽകാനും സാധിക്കും അല്ലെ. അതുപോലെ പേഷ്യൻസിന്റെ പുരോഗതി എത്രത്തോളം ഉണ്ടായി എന്നൊക്കെ വേഗത്തിൽ നമുക്ക് ഈ ഒരു റെക്കോർഡ് എടുത്ത് നോക്കിയാൽ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഈ ഒരു ഇന്റഗ്രേറ്റഡ് റെക്കോർഡ് വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ നോക്കി, ഓൾ ഇൻഫർമേഷൻ ഓൺ എ പർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ ഈസ് ടുഗദർ.
So, time consuming കൂടിയാണ്, ശരിയാണ്. Thus, giving an exact picture of the patient's illness and response to treatment. A patient's progress can be decided rapidly. A patient's-ന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന കെയറുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഒരുമിച്ചിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നമുക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ പേഷ്യൻസിന്റെ രോഗാവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുകയും അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനും സാധിക്കും. അതുപോലെ പേഷ്യൻസിന് ഇത്രയും ട്രീറ്റ്മെന്റുകൾ കൊടുത്തത് അവർക്ക് എന്തോരം പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതി അതിലൂടെ ഉണ്ടായെന്ന് നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ അഡ്വാൻറ്റേജ്? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഡിസഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജിൽ പറയുന്നത് സിമിലർ ഇൻഫർമേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് because of all reports of one type are not together in the report. അതേ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ SOMRന്റെ അഡ്വാൻറ്റേജ്. അതായത് നമ്മുടെ SOMRൽ നമ്മൾ പറഞ്ഞിരുന്നു ഓരോ സെക്ഷനുകളായിട്ടാണ് വെക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഒരു സെക്ഷൻ വൈസ് ഒരു റിപ്പോർട്ട് വേണം, ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട്. ഇവിടെ ഓൾറെഡി എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവലാണ്. ഇപ്പൊ ലബോറട്ടറിയുടെ റിപ്പോർട്ടുകൾ, ഇപ്പൊ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവല് ചിലപ്പോൾ ഒരു പേഷ്യന്റിന് നമ്മൾ 2-3 ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ 3 റിപ്പോർട്ടുകളും ഒരുമിച്ചാണോ ഇരിക്കുക? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിൽ ഒരുമിച്ചായിരിക്കോ ഇരിക്കാം? ആയിരിക്കോ? അല്ല അല്ലേ. അതേസമയം SOMRൽ എങ്ങനെയായിരുന്നു? സെക്ഷൻ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് അത് ഒരുമിച്ച് നമുക്ക് കിട്ടില്ലേ? ആ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും കിട്ടും. അതേസമയം ഇന്റഗ്രേറ്റഡിൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. കാരണം എന്താ, നമ്മൾ തലേ ദിവസം ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുത്തിട്ടുള്ള റിപ്പോർട്ട് കഴിഞ്ഞ് പിന്നെ നമുക്ക് പേഷ്യൻസിന് പല ട്രീറ്റ്മെന്റും കെയറൊക്കെ കൊടുത്തിട്ടുണ്ടാകാം അല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രസ് നോട്ടുകളോ നഴ്സസ് നോട്ടുകളോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് കഴിഞ്ഞ ശേഷം ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവും. അതൊക്കെ വെച്ചതിന് ശേഷമായിരിക്കും പിറ്റേ ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഒരുമിച്ചല്ല ഇരിക്കുന്നത്, പല പല ഇടങ്ങളിലായിട്ടായിരിക്കും ഇരിക്കുക അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഏതെങ്കിലും ഒരു റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പല പല ഇടങ്ങളിലായിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അതിനെ ഒരുമിച്ച് എടുക്കാനും അത് കമ്പാരിസൺ നടത്താനും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? അത് തന്നെയാണ് അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോക്കിയേ, സിമിലർ ഇൻഫർമേഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് അല്ലെ. ഒരുപോലെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഓൾ റിപ്പോർട്ട്സ് ഓഫ് വൺ ടൈപ്പ് ആർ നോട്ട് ടുഗദർ. ഒരേപോലെ റിപ്പോർട്ടുകൾ നമ്മൾ ഒരുമിച്ച് എല്ലാ റെക്കോർഡിൽ ഫയൽ ചെയ്ത് വെക്കുന്നത് അല്ലെ. എക്സാമ്പിൾ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവല് only one individual can record at a time. അപ്പൊ ഓരോ പ്രാവശ്യം ഇത് ഒറ്റ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഡേ ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് ഒരുപാട് റെക്കോർഡ് കാര്യങ്ങൾ ഫയൽസിൽ വന്നിട്ടുണ്ടാവാം അല്ലെ, ഡേറ്റാസ് വന്നിട്ടുണ്ടാവാം. അതിനുശേഷമായിരിക്കും ഈ ഒരു റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചല്ല ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ ആണോ? ഡിസഡ്വാൻറ്റേജ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആ ഒരു ഭാഗം ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യണേ. ഓക്കെ അല്ലേ? വെച്ച് കഴിഞ്ഞോ? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് വന്നു. ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ അല്ലേ? മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ അല്ലേ? ഒരുപാട് ടേംസ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? അത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹെഡിങ് കണ്ടാൽ തന്നെ നമുക്ക് അത്യാവശ്യം അതിനുള്ളിൽ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലെ?
ഇച്ചിരി ലെങ്തി ചാപ്റ്റർ ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഫോർമാറ്റുകൾ നോക്കുക, അതുപോലെ ആ ഒരു ഫയലിംഗ് മെത്തേഡുകൾ, കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ഫയലിംഗ് നമ്മൾ പഠിച്ചില്ലേ, ഫയൽ സീരിയൽ നമ്പർ, യൂണിറ്റ് നമ്പറിങ്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. സോപ്പിംഗ് ചോദിക്കാറുണ്ട്, അത് നോക്കണം കേട്ടോ എപ്പോഴും. ദെൻ നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നിങ്ങളിപ്പോ ഒരു ലെങ്തി ചാപ്റ്റർ ഒക്കെ അല്ലേ എടുത്തത്, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ എടുക്കാം അല്ലെ, എല്ലാം പാടുള്ളതായ ഒന്ന് ബുദ്ധിമുട്ടാവണ്ട. അപ്പൊ നമുക്ക് 4th മോഡ്യൂളിൽ ഒരു ചാപ്റ്റർ എടുക്കാം, മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നോട്ട്സ് ഒന്ന് എടുത്തിട്ടേക്കട്ടെ കേട്ടോ മിസ്. ഓക്കെ, ക്ലിയർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ ശരി, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ. ഇപ്പൊ ചാപ്റ്റർ 4 ആണ്, 4th മോഡ്യൂളിലെ 4th ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് നിങ്ങൾ 3rd മോഡ്യൂൾ ഏതൊക്കെയാണ് തീരാനുള്ളത്? ഓ എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? 7th മാത്രമേ ഉള്ളോ? ബാക്കിയെല്ലാം നിലവിൽ എടുത്തുകൊണ്ടിരിക്കുകയാണോ? അല്ല, 13 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ ശരി. അപ്പൊ ഈ ഒരു മിസ് ചോദിക്കട്ടെ കേട്ടോ, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ മെഡിക്കൽ എക്യുപ്മെന്റ്സ് മിസ് ഒന്ന് ഒരു ചെറിയ ചാപ്റ്റർ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഏതെങ്കിലും 3rd മോഡ്യൂളില് നമുക്ക് തീരാത്തത് ഏതാന്ന് വെച്ചാൽ അത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും അങ്ങനെ ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിസ് കുറച്ചൊന്ന് എളുപ്പമുള്ളത് എടുക്കാം. എല്ലാം ഇങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കാന്ന് പറഞ്ഞു കേട്ടോ. 7 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്. ശരി, 9 എടുത്തിരുന്നോ? 9 കണ്ടിരുന്നല്ലോ മിസ്, ഓപ്ഷൻ നിങ്ങൾ അയച്ചേല എടുത്തു. ശരി, ഓക്കെ ഓക്കെ ശരി. 7th വൺ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് അല്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ശരി, ഓക്കെ. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ആണ് നാബ്. ഓക്കെ, വെന്റിലേറ്റർ അല്ലേ? 13th വെന്റിലേറ്റർ ആണെന്ന് തോന്നുന്നു അല്ലെ? ഇതാണ് 13th ചാപ്റ്റർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ ശരി ശരി, ഓക്കെ ഓക്കെ ശരി. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതില് ഏതെങ്കിലും ഒരെണ്ണം മിസ് എടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു മെഡിക്കൽ എക്യുപ്മെന്റിന്റെ തീർന്നിട്ട് നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്, നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറച്ച് എക്യുപ്മെന്റുകളെ മാത്രമേ പഠിക്കാനുള്ളൂ. കുറച്ച് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 10-40 എക്യുപ്മെന്റുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അത് കുറച്ചും കൂടി ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത ചാപ്റ്റർ ആണ് കേട്ടോ. എല്ലാം നമുക്ക് ഇങ്ങനെ പാടുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് ലെങ്തി ചാപ്റ്ററുകളല്ലേ. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത ഇച്ചിരി ഇതിലേക്ക് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഇത് തീരുന്നതിനനുസരിച്ച് മിസ് ഏത് എടുക്കാൻ പോകുന്നതെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പറയാം കേട്ടോ. 3rd അതിലേതെങ്കിലും ഒരെണ്ണം മിസ് എടുക്കാം കേട്ടോ. ഓക്കെ ശരി, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പൊ അതില് ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ കുറെ പേരുകളൊക്കെ പരിചയമുള്ളതായിരിക്കും കേട്ടോ. കുറെയൊക്കെ നമുക്ക് പരിചയമുള്ള എക്യുപ്മെന്റ് തന്നെയാണ്. ഒരുപാടൊന്നും ബുദ്ധിമുട്ടായിട്ട് പഠിക്കാനൊന്നുമില്ല. കുറച്ചധികം എക്യുപ്മെന്റുകൾ ഉണ്ട്, പഠിക്കാനുണ്ടെങ്കിലും പേരുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറെയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ചിലതൊക്കെ നമുക്ക് പരിചയമില്ലാത്തതായിരുന്നിരിക്കാം. പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് എക്യുപ്മെന്റുകൾ നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ട് ഇല്ലേ? ഓരോ ചാപ്റ്ററുകൾ പഠിക്കുമ്പോൾ ചില എക്യുപ്മെന്റുകൾ പേരുകളാണെങ്കിലും അതിന്റെ ഫംഗ്ഷൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? കേൾക്കാത്ത കുറെ പേരുകളും അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ പുതിയ എക്യുപ്മെന്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ?
അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളൂ കേട്ടോ. നമുക്ക് പരിചയമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് എക്യുപ്മെന്റുകൾ, അതിൽ കുറച്ചെണ്ണം മാത്രമേ നിങ്ങൾക്ക് തീരെ ഫെമിലിയർ അല്ലാത്തത് ഉണ്ടാവുള്ളൂ. അല്ലാത്തത് ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതില് മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ എക്യുപ്മെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കാം കേട്ടോ. ആദ്യം medical equipment അല്ലെങ്കിൽ medical apparatus is used for the definite purpose at diagnosis and treatment of disease or rehabilitation following disease in injury or injury എന്നാണ്, disease or injury എന്നാണ് കേട്ടോ. ഇവിടെ ഒരു മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഇപ്പൊ എന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകളുമായി ബന്ധപ്പെട്ടോ അവർക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാവാം അല്ലേ. അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, പുനരധിവാസ അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് പർപ്പസിനോ ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ടോ രോഗനിർണയം നടത്താൻ വേണ്ടിയോ അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതിലേതൊരു മെഡിക്കൽ ഉപകരണമാണെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, രോഗനിർണയം നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമായിരിക്കാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലേ. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണങ്ങളെയാണ് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി it can be either used singly or in conjointly with any accessory, consumable or other piece of medical apparatus. നമുക്കറിയാം ഈ പറയുന്ന എല്ലാ ഉപകരണങ്ങളും നമുക്ക് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെയോ സംയോജിപ്പിച്ചോ യൂസ് ചെയ്യാവുന്നതാണ്. അതില് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു തെർമോമീറ്റർ എക്സാമ്പിൾ എടുക്കാം. ഒരു തെർമോമീറ്റർ നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? അതിന്റെ കൂടെ വേറെ ഏതെങ്കിലും ഉപകരണം വേണോ? വേണ്ട. നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവയുണ്ട്. എന്നാൽ മറ്റെന്തെങ്കിലും കൂടെ സംയോജിപ്പിച്ച്, ഇപ്പൊ ഒരു ഓക്സിജൻ മാസ്ക് ഒരു മെഡിക്കൽ അപ്പാരറ്റസ് ആണ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. ഓക്സിജൻ മാസ്ക് നമ്മൾ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്തത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ മാസ്ക് വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അത് മറ്റെന്തെങ്കിലും ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ പോലെയുള്ള മറ്റെന്തെങ്കിലും കൂടെ സംയോജിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കൺജോയിന്റ്ലി നമ്മൾ യോജിപ്പിച്ചുകൊണ്ടായിരിക്കണം ഉപയോഗിക്കേണ്ടി വരിക അല്ലെ. അങ്ങനെ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കുന്നവയുണ്ട്, മറ്റെന്തെങ്കിലും കൂടെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നവയും ഉണ്ട്. അത്രയും മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതിട്ടാ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, അതായത് ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് അവരുടെ രോഗനിർണയത്തിനാവാം, അവർക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനാവാം, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാവാം, ഇത്തരം എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അത് നമുക്ക് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭാഗമായിട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഇൻട്രൊഡക്ഷൻ ഭാഗം ഓക്കെയാണോ? ഓക്കെ. ഇനി നമ്മൾ ഓരോ എക്യുപ്മെന്റുകളിലേക്കും കടക്കുകയാണ് ട്ടോ. അതിൽ ഓരോ എക്യുപ്മെന്റിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മിസ് പറയുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണേ. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ കുറച്ച് നോട്ട്സ് നിങ്ങൾക്ക് ഓരോന്നിനെ പറ്റിയും പഠിക്കാൻ ബ്രീഫായിട്ടേ പഠിക്കാനുള്ളൂ കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വരുമ്പോൾ മിസ് പറയാം. അപ്പൊ ആ സമയത്ത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ. ഫസ്റ്റ് വൺ ആണ് ഡീഫിബ്രിലേറ്റർ. ഇത് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കേട്ട് പരിചയമുണ്ടോ? പഠിച്ചിട്ടില്ലേ? എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാ? ഇതിനൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോ പിക്ചർ കാണിച്ചായിരിക്കും ഇത് ഏത് എക്യുപ്മെന്റ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ അറിയണേ. ഇതിന്റെ പിക്ചർ കണ്ടോ? ഇത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫിലിംസിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസിലോ ഒക്കെ കണ്ടിട്ടില്ലേ? ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ICUലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ നോക്കിയേ, എന്തിനു വേണ്ടിയാ ഇത് യൂസ് ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം? ഹാർട്ട് ബീറ്റിനെ നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അല്ലെ. ഹാർട്ട് ബീറ്റിനെ റെസ്യൂം ചെയ്ത് അല്ലെങ്കിൽ നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എങ്ങനെയാ നമ്മൾ നോർമൽ ഹാർട്ട് ബീറ്റിനെ ബ്രിങ് ബാക്ക് ചെയ്യാം?
ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുകൊണ്ട്, അല്ലെ, ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ, ആ പേഷ്യന്റെ നോർമൽ ഹാർട്ട് ബീറ്റിനെ ബ്രിങ് ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ ഹൃദയമിടിപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്തുകൊണ്ട് സാധാരണ ഹൃദയമിടിപ്പിലേക്ക് ആ പേഷ്യന്റിനെ ഹാർട്ട് ബീറ്റിനെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അല്ലെ, ആണോ? ഇതല്ലേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമില്ലേ? പല ചാപ്റ്റേഴ്സിലും ഈ ഒരു ടേം വന്നു പോകുന്നുണ്ട് കേട്ടോ. അതെ, പൾസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം കൂടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. Defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. ഹൃദയത്തിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കടത്തിവിട്ട് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക്, നമ്മുടെ ഹാർട്ടിന്റെ നോർമൽ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് തിരികെ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു എമർജൻസി എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ഇനി വേരിയസ് ടൈപ്പ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് വർക്കിംഗ് ഇൻ ഡിഫറെന്റ് വേസ്. വിവിധ തരത്തിലെ ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, പല ടൈപ്പിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ്, അല്ലെങ്കിൽ AED എന്ന് പറയുന്നത്. ആ AEDയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ചോദിക്കാറുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡീഫിബ്രിലേറ്റേഴ്സ് ഏതാണ്, ഏത് ടൈപ്പാണ്, അതുപോലെ AEDയുടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം. Automated external defibrillators, which are commonly seen in many public spaces and are used to save the lives of people who experience cardiac arrest. So cardiac arrest ഒക്കെ വരുന്ന പേഷ്യൻസിന് പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പല പബ്ലിക് സ്പേസുകളിലും ഇത്തരം കോമൺ ആയിട്ട് കാണുന്ന ഈ AEDs ഉണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പബ്ലിക് സ്പേസുകളിൽ ഒരു ബോക്സിന്റെ ഉള്ളിലാക്കിയിട്ട് ഈ AED വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഫസില കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ടോ? വേറെ ആരും കണ്ടിട്ടില്ല? ഷൻസ കണ്ടിട്ടുണ്ട്. ഓക്കെ, എവിടെയാ കണ്ടിരിക്കുന്നേ? എവിടെയാണ് കണ്ടിരിക്കുന്നത്? വേറെ ആരും കണ്ടിട്ടില്ല? കണ്ടവരൊന്ന് പറഞ്ഞു, എവിടെയാ നിങ്ങൾ കണ്ടിരിക്കുന്നേ? ഏത് പബ്ലിക്? ക്യാഷ്വാലിറ്റിയില്, ആംബുലൻസിലൊക്കെ ഉണ്ട്. ശരിയാണ്. പബ്ലിക് സ്പേസുകളിൽ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പബ്ലിക് സ്പേസുകളില്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും പബ്ലിക് എയർപോർട്ടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ ആളുകൾ വരുന്ന പബ്ലിക് സ്പേസുകളിലാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്ക് എമർജൻസി ആയിട്ട് അവരുടെ ജീവൻ നമ്മൾ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത് കോമൺ ആയിട്ട് രാജാവ് ഫിലിമിൽ കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, ശരി. അപ്പൊ ഇതെന്ന് പറയുന്നത് സാധാരണ ഒരു ബോക്സിനുള്ളിലാക്കിയിട്ടായിരിക്കും ഇത് വെച്ചിരിക്കുക. പബ്ലിക് സ്പേസുകളിൽ വെക്കുന്ന കാര്യമാണ് കേട്ടോ മിസ് പറയുന്നത്, കോമൺ ആയിട്ടുള്ള AEDs. അപ്പൊ ഇത് സാധാരണ നമ്മളൊരു ബോക്സിലാക്കിയൊക്കെയായിരിക്കും വെച്ചിരിക്കുക. അതൊരു റെഡ് കളറിലൊക്കെയാണ് സാധാരണ കാണാറ്. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ്, നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിവൈസ് ആണ്. ഇത് ചിലപ്പോ നമുക്കിപ്പോ കൃത്യമായിട്ടൊരു ഇത് നമ്മൾ ഓൾറെഡി പറയാറുണ്ട്, ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ, വോയിസ് പ്രോംപ്റ്റുകൾ വരും. നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇതിൽ നിന്ന് തരും. അപ്പൊ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു എന്താണ് അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും പെട്ടെന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ ചിലപ്പോ അവിടെ എല്ലാവരും പരിശീലനം ലഭിച്ച ആളുകളായിരിക്കണം എന്നില്ലല്ലോ, അല്ലെ? ഒരു സിറ്റുവേഷൻ വരുമ്പോ അവിടെ എല്ലാവരും ഈ പറയുന്ന ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ കൊടുക്കാൻ ട്രെയിനിങ് ഉള്ളവരായിരിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലായിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ വോയിസ് പ്രോംപ്റ്റ് ആയിട്ട്, ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉപകരണമാണ്, പോർട്ടബിൾ ആയിട്ടുള്ളതാണ്, അതിൽ നിന്ന് കിട്ടുകയും അതിനനുസരിച്ച് അതിൽ തന്നെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അത് ഓൺ ചെയ്യാൻ അറിയുക. അതിനനുസരിച്ച് വോയിസ് പ്രോംപ്റ്റുകൾ വരും. അതിനനുസരിച്ച് എന്താണ് നമ്മുടെ സ്റ്റിക്കുകൾ പോലെ നമ്മുടെ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആ ഒരു പേഷ്യന്റിന്റെ ചെസ്റ്റ് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിലൂടെ IUD എത്രത്തോളം അവരുടെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു AED തന്നെ പറയും എന്ത് ചെയ്യും, ഇത് എന്താണ് ഹാർട്ട് ബീറ്റിന്റെ റിതം നോർമൽ ആണോ അല്ലയോ, വേരിയേഷൻസ് ഉണ്ടോ, ഇവർക്ക് എന്തെങ്കിലും
ഷോക്ക് ആവശ്യമാണോ? അങ്ങനെ ആവശ്യമാണെങ്കിൽ അത് ഡെലിവറിന് ആവശ്യമാണെങ്കിൽ അത് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഈ AED മെഷീൻ തന്നെ വോയിസ് പ്രോംപ്റ്റിലൂടെ അയക്കുക. അതിനുശേഷം അവർക്ക് സിംഗിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമുക്ക് ഏതൊരു വ്യക്തിക്കും, ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത് യൂസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇതിലൂടെ ചെയ്യാം. അപ്പൊ അത് കോമൺ ആയിട്ടുള്ള പബ്ലിക് സ്പേസുകളിലാണ് ഈ ഒരു ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രില്ലേറ്റേഴ്സ് വെക്കുക. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ ആർക്കെങ്കിലും കാർഡിയക് അറസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർട്ട് ബീറ്റ് എത്രത്തോളം ഉണ്ടെന്ന് കൃത്യമായിട്ട് ആ ഒരു AED ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനും അതിനനുസരിച്ച് ഷോക്ക് കൊടുക്കാനും അവരെ ആ ഒരു നോർമൽ ലൈഫിലേക്ക് ജീവൻ രക്ഷിക്കാനും സഹായിക്കുന്ന രീതിയിൽ പബ്ലിക് സ്പേസുകളിൽ കോമൺലി കാണപ്പെടുന്ന ഒന്നാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AEDയുടെ എക്സ്പാൻഡഡ് ഫോമും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ ഡിഫിബ്രിലേറ്റർ, അതിന്റെ പിക്ചറും ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് തെർമോമീറ്റർ. കണ്ടിട്ടുണ്ടല്ലോ തെർമോമീറ്റർ? കണ്ടിട്ടില്ലേ? ഇത് കാണാത്ത ആരുമില്ലല്ലോ അല്ലേ? തെർമോമീറ്റർ. അപ്പൊ തെർമോമീറ്റർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നേ? എന്തിനു വേണ്ടിയാണ് നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നേ? ഫീവർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് മെഷർ ചെയ്യാൻ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി അല്ലെ? നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും 4 ടൈപ്പാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡിജിറ്റൽ തെർമോമീറ്റർ, സെക്കൻഡ് വൺ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, തേർഡ് വൺ ഫോർഹെഡ് തെർമോമീറ്റർ, ഫോർത്ത് വൺ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. അതില് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? നമ്മൾ സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ കണ്ടിട്ടുള്ളത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് ആണ്. ഇപ്പൊ പ്രസന്റ്ലി യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ആണ്. കണ്ടിട്ടില്ലേ? ഡിജിറ്റൽ സ്ക്രീനുള്ള മെർക്കുറി ഫ്രീ ആയിട്ടുള്ള തെർമോമീറ്റേഴ്സ് നമുക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ട് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ വീട്ടിലുണ്ട്. മിക്കവരുടെയും വീടുകളിൽ ഇപ്പോ ഫീവർ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. മിക്ക വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നെറ്റിലേക്ക് അടിച്ചു നോക്കിയാലേ അറിയാൻ പറ്റും കേട്ടോ. ഇൻ കേസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് അതിന് പല ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഡിജിറ്റൽ സ്ക്രീനിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്ത് റീഡിങ്സ് കാണാനായിട്ട് സാധിക്കും. ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്തായിരിക്കും? ടിംപാനിക് ഇയർ തെർമോമീറ്റർ. കുട്ടികളൊക്കെ ഉള്ളവരുടെ വീട്ടിലുണ്ടാവും ഈ ഒരു തെർമോമീറ്റർ. അതായത് കുട്ടികളൊക്കെ ഉള്ളവർക്കോ അല്ലെങ്കിൽ സാധാരണ കുട്ടികൾക്കൊക്കെ നമ്മുടെ ചെവി വേദനയൊക്കെ വരില്ലേ? അവർ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടികളുടെ സ്വാഭാവികമായിട്ട് വരുന്നതാണ് അല്ലെ, പെട്ടെന്നുണ്ടാവുന്ന ചെവി വേദന അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിൽ വേദനയോ അല്ലെങ്കിൽ എന്താണ് കടിയോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനുള്ളിലുള്ള ഇയറിനുള്ളിൽ എന്താണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിംപാനിക് ഇയർ തെർമോമീറ്റർ എന്നാണ് അതിനെ പറയാം. വേറെ പേരുകളാണ്. ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയാറുണ്ട്, ഇയർ എന്നാണ് ഇവിടെ ഇയർ തെർമോമീറ്റർ എന്ന് പറയാറുണ്ട്. മെഷേഴ്സ് ദ ടെമ്പറേച്ചർ inside the ear canal by way of infrared ray technology. Infrared ray technology അല്ലെങ്കിൽ infrared ray sensors ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇയറിന്റെ ഉള്ളിലുള്ള ആ ഒരു ഇയർ കനാലിന്റെ ഉള്ളിലുള്ള ആ ഒരു ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്ററിനെയാണ് ടിംപാനിക് ഇയർ തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ ആണ് ഫോർഹെഡ് തെർമോമീറ്റർ. എന്താണ് ഫോർഹെഡ് തെർമോമീറ്റർ? ഫോർഹെഡ് എവിടെയാ? ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പനിയൊക്കെ വരുമ്പോ സാധാരണ എവിടെയാ തൊട്ട് നോക്കുക ആദ്യം? നെറ്റിയില് അല്ലെ? നമ്മുടെ നെറ്റിയിലെ തൊട്ട് നോക്കുന്നേ. അപ്പൊ ആ ഒരു ഫോർഹെഡ് അല്ലെങ്കിൽ നെറ്റിയിലെ താപനില എത്രത്തോളം ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു നെറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു ഫോർഹെഡിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. ഇത് പരിചയമുണ്ടല്ലോ ഇല്ലേ?
നമ്മൾ കുഞ്ഞുനാള് മുതലേ നമുക്ക് പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ അല്ലെ. Mercury thermometer that gives precise temperature readings and can be used orally, rectally or under the. നമുക്ക് ഈ ഒരു ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ റീഡിംഗ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വായുടെ ഉള്ളിൽ വെക്കാറുണ്ട് അല്ലെ. കുട്ടികളൊക്കെ ആണെങ്കിൽ വായുടെ ഉള്ളിൽ വെച്ചല്ലേ പനി മെഷർ ചെയ്യാറ്. അല്ല എങ്കിൽ റെക്ടലി മലദ്വാരത്തിന്റെ അവിടെ വെക്കാറുണ്ട്. ഓർ അണ്ടർ ദ നമ്മുടെ കക്ഷത്തിന് ഇടയിലായിട്ട് വെക്കാറുണ്ട്. അങ്ങനെയും നമുക്ക് ഈ മെർക്കുറി അല്ലെങ്കിൽ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പൊ തെർമോമീറ്റേഴ്സ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ പല ടൈപ്പുകളുണ്ട്. അതിൽ നമുക്ക് നല്ല 4 ടൈപ്പാണ് പഠിക്കാനുള്ളത്. ഡിജിറ്റൽ തെർമോമീറ്റർ ആണെങ്കിൽ ഫാസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ കിട്ടും. ഡിജിറ്റൽ സ്കെയിലിൽ നമുക്ക് റീഡിങ്സ് വളരെ കൃത്യമായിട്ട് കാണാനും സാധിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിനെ ടിംപാനിക് തെർമോമീറ്റർ അല്ലെങ്കിൽ ഇയർ തെർമോമീറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് എന്തിനു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാ? നമ്മുടെ ഇൻഫ്രാറെഡ് റേ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇയർ കനാലിനുള്ളിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നവയാണ്. ഫോർഹെഡ് തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഉപകരണമാണ്. ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റീഡിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്കത് ഓറലി യൂസ് ചെയ്യാം, റെക്ടലി യൂസ് ചെയ്യാം, ഓർ അണ്ടർ ദ ആം വൃക്ഷത്തിനിടയിൽ വെച്ച് നമുക്ക് ടെമ്പറേച്ചർ റീഡിംഗ് എടുക്കാവുന്നതാണ്. വായിച്ചു നോക്കിയ തെർമോമീറ്റേഴ്സ്. Okay. Then third one ആണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്. കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ഉപകരണം കണ്ടിട്ടില്ലേ? ഓക്കെ. ഈ ഒരു ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ആ ഒരു ഉപകരണം ബ്ലഡ് പ്രഷർ ഗേജ് എന്ന് പറയാറുണ്ട്, ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് പറയാറുണ്ട്. അതുപോലെ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സ്വിഗ്മോ മാനോമീറ്റർ. കേട്ടിട്ടുണ്ടോ ആ പേര്? നമ്മുടെ സാധാരണ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്നൊക്കെയാണ് യൂസ് ചെയ്യാറ്. അതല്ലാതെ ഇതിനറിയപ്പെടുന്ന ഒരു പേരാണ്, കേട്ടിട്ടുണ്ട് അല്ലെ, സ്വിഗ്മോ മാനോമീറ്റർ എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ആൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ് പ്രഷർ. ഇപ്പൊ നമുക്ക് പ്രഷർ നോർമൽ ആണോ അല്ലെങ്കിൽ അത് കൂടിയാണോ കുറവാണോ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. And a sphygmo manometer includes a inflatable. ഇനി ഇതിന്റെ ഭാഗങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇതിലൊരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്, ഉണ്ടോ? നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് കയറ്റി വെച്ച് എന്ത് ചെയ്യുന്ന ഒരു കവർ ചെയ്യുന്ന ഒരു ഭാഗമില്ലേ, അതാണ് ഇൻഫ്ലേറ്റബിൾ കഫ്. അത് നമുക്ക് ഊതി വീർപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് കണ്ടിട്ടില്ലേ, നമ്മുടെ പ്രഷർ കൊടുക്കുന്ന സമയത്ത് അത് ഊതി വീർക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? അപ്പൊ അങ്ങനെ ഇൻഫ്ലേറ്റബിൾ കഫ് ആ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്, ശരിയല്ലേ? ആ പിക്ചർ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട് അല്ലേ? ആ മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. അതുപോലെ ആ മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ, ആ ഒരു മെക്കാനിസം ഉണ്ടല്ലോ. അങ്ങനെ ആ ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മാനുവലി നമ്മൾ എന്ത് ചെയ്യുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ടല്ലോ അല്ലെ? അങ്ങനെ 3 ഭാഗങ്ങളാണ് ഈ ഒരു സ്വിഗ്മോ മാനോമീറ്ററിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, സ്വിഗ്മോ മാനോമീറ്റർ, ബ്ലഡ് പ്രഷർ ഗേജ്, ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്നൊക്കെ ചോദിച്ചാലും ഇതേ ഉപകരണം തന്നെയാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. എത്രത്തോളം ബ്ലഡ് പ്രഷർ ഉണ്ട്, അത് നോർമൽ റേഞ്ച് ആണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഉപകരണം യൂസ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽസ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ഉപകരണമാണ്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാ? ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഊതി വീർപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമുണ്ട്. അത് ഊതി വീർപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഇൻഫ്ലേറ്റബിൾ കഫ് ഉണ്ട്. അത് നമ്മുടെ കൈയുടെ ഭാഗത്ത് വെക്കുന്നതാണ്, അതുപോലെ കവർ ചെയ്ത് വെക്കുന്നതാണ്. അതുപോലെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ടാവും, അതിലാണ് നമ്മൾ റീഡിങ്സ് നോക്കുന്നത്. അതുപോലെ തന്നെ മാനുവലി ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട ഒരു മെക്കാനിസം നമുക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെക്കാനിസം കൂടി അതിലുണ്ടായിരിക്കും. ഓക്കെയാണോ ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്? ക്ലിയർ ആയോ?
അപ്പൊ അതിന്റെ മറ്റൊരു പേര് ഏതാണെന്ന് ചോദിക്കാറുണ്ട് എപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനിൽ സിഗ്മ നാനോമീറ്റർ എന്നായിരിക്കും കിടക്കുക. ആ ഒരു പേര് നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, വിടരുതേ, മറന്നു പോകരുത്. ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരരുത് കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ലാരിംഗോസ്കോപ്പ്. ഈ ഒരു പിക്ചർ, ഈ ഒരു ഉപകരണം കണ്ടിട്ടുണ്ടോ? ഇതങ്ങനെ അത്ര ഫെമിലിയർ ആയിരിക്കില്ല, എല്ലാവർക്കും ഇത്ര ഫെമിലിയർ ആയിരിക്കില്ല. അപ്പൊ ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് ഈ പിക്ചർ കാണിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കണം കേട്ടോ, ഇത് ഇന്ന ഉപകരണമാണ് എന്ന് മനസ്സിലാവണം കേട്ടോ. അപ്പൊ ലാരിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലാരിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാരിങ്സ് എ പാർട്ട് ഓഫ് ദ ത്രോട്ട്. നമ്മുടെ തൊണ്ടയുടെ തൊട്ട് താഴത്തെ ഭാഗമാണ് ലാരിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ആ ഒരു ഭാഗത്തെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം. അതിങ്ങനെ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക, നമ്മുടെ തൊണ്ടയിലൂടെ വായിലൂടെ കടത്തിവിടുന്ന ആ ഒരു ഭാഗം. ഈ ഒരു ഭാഗത്ത് ലൈറ്റും ക്യാമറ സെറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ലാരിങ്സിന്റെ ആ ഒരു ഭാഗത്തെ പിക്ചർ നല്ല കൃത്യമായിട്ട് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. Then laryngoscopy is a medical approach that is used to get a view of the larynx. ഇനി ഇത് ഉപകരണത്തെയാണ് നമ്മൾ ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ആ പ്രൊസീജിയറിനെ, ആ ഒരു മെഡിക്കൽ അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ആ ഒരു പ്രൊസീജിയർ ആണ് കേട്ടോ ലാരിംഗോസ്കോപ്പി. അതിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണമാണ്. ഈ ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ അപ്രോച്ചിലൂടെ നമുക്ക് ലാരിങ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലാരിങ്സുമായി ബന്ധപ്പെട്ട ആ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അപ്രോച്ച് ആണ് ഈ ലാരിംഗോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ലാരിങ്സിനെ വ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു അപ്രോച്ചിനെ അല്ലെങ്കിൽ ആ ഒരു സമീപനത്തെയാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഉപകരണവും ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ പ്രൊസീജിയറുമാണ്. ലാരിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് is to observe the larynx a part of the throat. അത് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള, തൊണ്ടയുടെ തൊട്ട് താഴെയുള്ള ഭാഗമായിട്ടുള്ള ലാരിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ നമ്മുടെ വോയിസ് ബോക്സ് എന്നറിയപ്പെടുന്ന ഭാഗത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാരിംഗോസ്കോപ്പ്. അങ്ങനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണം കൊണ്ട് നമ്മൾ ആ ഒരു ലാരിങ്സിനെ നിരീക്ഷിക്കുന്ന ആ ഒരു മെഡിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ ആ ഒരു സമീപനത്തെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി, അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് ലാരിംഗോസ്കോപ്പി എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ക്ലിയർ ആണോ എന്ന്? ഓക്കെ അല്ലേ? ശരി, നെക്സ്റ്റ് വൺ ആണ് ഓക്സിജൻ മാസ്ക്. ഓക്സിജൻ മാസ്ക് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? പല ടൈപ്പിലുള്ള മാസ്കുകളുണ്ട്. An oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. അല്ലേ? ഒരു ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത് offers a method to carry breathing oxygen gas from a storage tank to the lungs. അല്ലേ? നമ്മുടെ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും ലങ്സിലേക്ക് ബ്രീത്തിങ് ഓക്സിജൻ ഗ്യാസിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ശരിയല്ലേ?
ഓക്സിജൻ മാസ്ക് വെറുതെ നമ്മൾ വെച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെ. അപ്പൊ അതിൽ നിന്ന് സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് നമ്മൾ ഓക്സിജനെ ക്യാരി ചെയ്യുന്നു, അതിനുശേഷം ലങ്സിലേക്ക് കൊടുക്കുകയാണ് അല്ലെ. ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഓക്സിജനെ ക്യാരി ചെയ്യുന്നു, അതെന്ത് ചെയ്യുന്നു, ലങ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ മാസ്കിനെ only the nose and mouth or the whole face. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ മൗത്തിനെയും നോസിനെയും മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്ക് ഉണ്ട്, ഹോൾ ഫേസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓക്സിജൻ മാസ്കുകളും ഉണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. They may be made of plastic, silicon or rubber. ചിലപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, സിലിക്കൺ, അതൊക്കെ പല മെറ്റീരിയൽസ് കേട്ടോ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ പല രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിജൻ മാസ്കുകളും ലഭ്യമാണ്. അപ്പൊ ഓക്സിജൻ മാസ്ക് എന്താണ്, offers a method to carry breathing oxygen gas from a storage tank. സ്റ്റോറേജ് ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ സിലിണ്ടേഴ്സ് ആണ് കേട്ടോ. അവിടെ നിന്നും ഓക്സിജനെ ലങ്സിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണമാണ്. അതുപോലെ തന്നെ ഓക്സിജൻ മാസ്ക് നമ്മുടെ നോസിനെയും മൗത്തിനെയും മാത്രം കവർ ചെയ്യുന്ന രീതിയിലുള്ളവയുണ്ട്, ഹോൾ ഫേസിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ളവയുണ്ട്. അതുപോലെ തന്നെ മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, സിലിക്കൺ ഓർ റബ്ബർ, ഈ മൂന്ന് ഏതെങ്കിലും ഒന്നോ ഉപയോഗിച്ച് മെയ്ഡ് ചെയ്തത് അല്ലെങ്കിൽ നിർമ്മിച്ചവയോ ആവാം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഓക്സിജൻ മാസ്ക്. ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG മെഷീൻ. കണ്ടിട്ടില്ലേ ECG മെഷീൻ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ECGയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG മെഷീൻ, ആ ഒരു ECGയുടെ എക്സ്പാൻഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യണേ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ ഒരു മെഷീനുമായി ബന്ധപ്പെട്ടത് എന്തിനാണ് ഈ ഒരു ECG മെഷീൻ അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്, എന്ത് പ്രോസസ്സാണ്, എന്താണ് അവിടെ നമ്മൾ നോക്കുന്നത്, എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ അല്ലെ, ഹാർട്ട് റേറ്റ് എങ്ങനെയാണ്, അതെ വേരിയേഷൻസ് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. നോക്കിയപ്പോ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഓഫ് ദ ഹാർട്ട് ഓവർ എ പീരിയഡ് ഓഫ് ടൈം അല്ലെ, യൂസിങ് ഇലക്ട്രോഡ്സ് വിച്ച് ആർ പുട്ട് ഓൺ ദ സ്കിൻ. നിങ്ങൾ കണ്ടു കാണും ECG എടുക്കുന്നവരുടെ ചെസ്റ്റിന്റെ ഭാഗത്ത്, സ്കിന്നിന്റെ ഭാഗത്ത് എന്ത് ചെയ്യും, ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യും. കണ്ടിട്ടുണ്ടോ? ഒരു കോയിൻ പോലത്തെ ഒരു സാധനം ഒട്ടിച്ചു വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, സ്റ്റിക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നില് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ സഹായം, അതിൽ നിന്ന് വൈറസും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, അതിന്റെ സഹായത്തോടു കൂടി ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം, ഒരു ഓവർ പീരീഡ്, ഒരു കൃത്യമായ ഒരു സമയപരിധി ഉണ്ടാവും. ആ സമയപരിധിക്കുള്ളില് എത്രത്തോളം, ആ ഒരു കൃത്യമായ സമയത്തിനുള്ളിൽ അവരുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ഹാർട്ടിന്റെ അവരുടെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവിടെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസങ്ങളുണ്ടോ, മറ്റു പ്രവർത്തനങ്ങളിൽ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ആ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിനുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അത് പ്രത്യേകം പറയാണ്, കാരണം അത് ഇനി വരുമ്പോ വേറൊരു ഉപകരണം പറയുമ്പോൾ ഇത് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു നമുക്കറിയാലോ ECG എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിലുള്ളതല്ലേ കിട്ടുള്ളൂ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടില്ലല്ലോ. അവർ ചെയ്യുന്ന ആ ഒരു ECG ചെയ്യുന്ന ആ ഒരു സമയത്തെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. കൃത്യമായിട്ട് അവർ കണ്ടിന്യൂസ് നമ്മൾ ചെയ്യാറില്ല, ഒരു സമയപരിധി, അവർ കൃത്യമായ ടൈം പീരീഡിനുള്ളിലുള്ള അവരുടെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് എത്രയാണ്, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിനെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ സാധിക്കുന്നുണ്ട്. എന്തിന്റെ സഹായത്തോടു കൂടി, നമ്മുടെ സ്കിന്നിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കുക. ECGയുടെ എക്സ്പാൻഡ് ഫോം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഹെഡിങ് ആണെന്ന് വിചാരിച്ച് വിട്ട് കളയരുതേ, ചോദിക്കാറുണ്ട് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്.
ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ ആണ് വെയിങ് മെഷീൻ. വെയിങ് മെഷീൻ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ കാണിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോലെയുള്ള പണ്ടത്തെ മോഡൽ വെയിങ് മെഷീൻ ആണ് കേട്ടോ. ഇവിടെ പറയുന്നത് ഡിജിറ്റൽ സ്കെയിൽ ഈസ് എ കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് വെയിങ് മെഷീൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വെയിങ് മെഷീൻസ് കണ്ടിട്ടില്ലേ? ഇപ്പൊ മിക്കവരുടെയും വീടുകളിലൊക്കെ ഉണ്ട്. അതെ, വീട്ടിലുണ്ട് അല്ലെ, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വെയിങ് മെഷീൻസ്. അപ്പൊ നമ്മൾ നല്ല ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വെയിറ്റ് മാത്രമല്ല, ബോഡി വെയിറ്റ് മാത്രമല്ല എടുക്കാൻ പറ്റുന്നത്, ബോഡി ഫാറ്റ് എത്രയുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, BMI കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പലതരത്തിലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഫംഗ്ഷൻസും ഒക്കെ നമുക്കിപ്പോ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് വെയിങ് മെഷീൻ, ഇപ്പൊ നമുക്ക് ഫോണുകളിലെ നമ്മുടെ സ്മാർട്ട് വാച്ചുകളിൽ വരെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും അല്ലെ, പറ്റില്ലേ? പലതും ചെയ്യാം. അതുപോലെ തന്നെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള വെയിങ് മെഷീൻ ആണെങ്കിലും അത് ഇലക്ട്രോണിക് വെയിങ് മെഷീൻസ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓൾഡ് വേർഷൻ ആണ് കേട്ടോ. നമ്മുടെ സാധാരണ പണ്ട് യൂസ് ചെയ്തിരുന്ന വെയിങ് മെഷീന്റെ പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ളവയാണ്. അതാണ് കുറച്ചുകൂടി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവ അതാണ്. അവിടെ നമുക്ക് ബോഡി വെയിറ്റ് മാത്രമല്ല, ബോഡി ഫാറ്റ്, BMI അല്ലെ, ബോഡി മാസ് ഇൻഡെക്സ്. എന്താണ് BMIയുടെ എക്സ്പാൻഡ് ഫോം അറിയാലോ? ചോദിക്കുകയാണെങ്കിൽ ഇതറിയില്ലേ? ബോഡി മാസ് ഇൻഡെക്സ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ, എഴുതി വെക്കണേ. ബോഡി മാസ് ഇൻഡെക്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് മിസ് അത് എടുത്ത് പറയാതിരുന്നത് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ബോഡി മാസ് ഇൻഡെക്സ് വെയിറ്റിനെയും ഹൈറ്റിനനുസരിച്ച് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. അപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് അതൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഡിജിറ്റൽ സ്കെയിൽ ആയിട്ടുള്ള വെയിങ് മെഷീൻസ് ഇപ്പോ അവൈലബിൾ ആണ്. ഒന്ന് വായിച്ചു നോക്കിയപ്പോ വെയിങ് മെഷീൻ. ഓക്കെ, ഒരെണ്ണോടെ നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ ആണ് ട്രോളി. ട്രോളി കണ്ടിട്ടുണ്ടല്ലോ, പല ടൈപ്പ് ട്രോളീസ് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും ഒരുപാട് ട്രോളീസ് ഉണ്ട്. ട്രോളിയുടെ പ്രധാന ഉദ്ദേശം എന്താ? ദ ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് ട്രോളി ഇൻ ഹോസ്പിറ്റൽ ഈസ് ടു ഹെൽപ് ടു മൂവ് തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എനി റിസ്ക് അല്ലെ. യാതൊരുവിധ അപകടങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ അപകട സാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ അല്ലെ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രോളി എന്ന് പറയുന്നത് അല്ലെ. ഇനി ഹോസ്പിറ്റൽ ട്രോളി എന്ന് പറയുന്ന പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഉണ്ട് കേട്ടോ. ക്രാഷ് കാർട്ട് ട്രോളി ഉണ്ട്, മെഡിസിൻ ട്രോളി ഉണ്ട്, SS ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഡ്രസ്സിംഗ് ട്രോളീസ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ട്രോളീസ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഉണ്ട്. അതിൽ ക്രാഷ് കാർട്ട് ട്രോളി നമ്മൾ ഇനി ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അതായത് എമർജൻസി സിറ്റുവേഷനിൽ, ലൈഫ് സേവിംഗ് സിറ്റുവേഷൻസിൽ ആവശ്യമായി വരുന്ന ഒരു ട്രോളിയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. മെഡിസിൻ ട്രോളി എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഷേപ്പിലും സൈസിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതിൽ ഷെൽഫുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും, റാക്കുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും, അതിന്റെ ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും. SS ഡ്രസ്സിംഗ് ട്രോളീസ് കണ്ടിട്ടില്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നഴ്സസ് കൊണ്ടു നടക്കുന്ന ട്രോളി കണ്ടിട്ടില്ലേ? മെഡിസിൻസും ഡ്രസ്സിംഗ് സാധനങ്ങളും ഒക്കെ വെച്ച് കൊണ്ടു നടക്കുന്നത് അതുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുപോകാനായിട്ടുള്ള സെപ്പറേറ്റ് ട്രോളീസ് ഉണ്ട്. അതെല്ലാം പല ടൈപ്പ് ഓഫ് ട്രോളീസ് ഉണ്ട്. അതിൽ ഒരുപാട് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. ട്രോളി എന്നതിന്റെ ഏതൊരു ട്രോളിയുടെയും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ റിസ്കും ഇല്ലാതെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മാത്രം മനസ്സിലാക്കാം കേട്ടോ. അതിൽ ഏതൊക്കെ ടൈപ്പ് വരുന്നു എന്ന് മാത്രം ആ പേരുകൾ മാത്രം മനസ്സിലാക്കാം. ക്രാഷ് കാർട്ട് ട്രോളി നമ്മൾ ഇനി ഒരെണ്ണം സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് വേഗം അതുകൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, അപ്പൊ മിസ് ഇത്രയും എത്തുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.